ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് പീച്ചിങ്ങ പരിപ്പ് കറി. ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 200 ഗ്രാം വെയിറ്റ് വരുന്ന ഒരു പീച്ചിങ്ങയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പീച്ചിങ്ങ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പൊങ്ങി നിൽക്കുന്ന ഈ ഒരു സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഇതിൻ്റെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിന് ശേഷം ഇനി നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ടാണ് നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നത്. ഇത് കൂട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ പീച്ചിങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ പീച്ചിങ്ങ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പീച്ചിങ്ങ ഒരു കുക്കറിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് കുറച്ച് തൂരപ്പരിപ്പാണ്. ഒരു 1/4 കപ്പ് അളവിന് തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന അതേ പരിപ്പ് തന്നെയാണ്. അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഈ ഒരു പീച്ചിങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് അളവിനാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ നിന്ന് സ്റ്റീം വന്ന ശേഷം നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെയിറ്റ് ഇട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് 10 മിനിറ്റാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. പരിപ്പും പീച്ചിങ്ങയും വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്തേക്ക് വേണ്ട തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് അളവിന് തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 കഷ്ണം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ പച്ചമുളക് എരിവിനനുസരിച്ച് 1-2 എണ്ണം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1/4 കപ്പ് വെള്ളത്തിലൊന്ന് അരച്ചെടുക്കുമ്പോൾ നമ്മൾ തോരനൊക്കെ ഒതുക്കിയിടത്തില്ലേ, അതിലും കുറച്ചുകൂടി കൂടുതൽ അരയുന്ന രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തേങ്ങ അരച്ചെടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട, അല്പം തരിതരികളോട് കൂടിയാണ് തേങ്ങ അരച്ചെടുത്തിരിക്കുന്നത്. കുക്കറിൽ പ്രഷറൊക്കെ പോയ ശേഷം ഇത് തുറന്ന് നോക്കുവാണ്. നന്നായിട്ട് തന്നെ പീച്ചിങ്ങ അതുപോലെ പരിപ്പുമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങാ മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. മിക്സിയുടെ ജാറിൽ ബാക്കി ഉണ്ടാകുന്ന തേങ്ങ അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം അതും കൂടി നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് ഉണക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു പീച്ചിങ്ങ പരിപ്പ് കറി എന്ന് പറയുന്നത് അല്പം തിക്കായിട്ടിരിക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മളിപ്പം തേങ്ങയൊക്കെ ചേർത്തപ്പോൾ കുറച്ചുകൂടി ഒരു വെള്ളം ആയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ കുറച്ചുകൂടി ഒന്ന് വറ്റി വരണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത് തേങ്ങയുടെ റോ ടേസ്റ്റും ഒക്കെ മാറിക്കിട്ടും. കറിയിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്ന വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയുടെ റോ ടേസ്റ്റും ഒക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കിയ പീച്ചിങ്ങ പരിപ്പ് കറിക്കകത്തേക്ക് കടുക് താളിച്ച് ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കടായിലോട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചൂടായ എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ അളവിന് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം കടുക് താളിച്ചത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പീച്ചിങ്ങ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പീച്ചിങ്ങ പരിപ്പ് കറി എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്